കണ്ടിട്ട് കൊറേ നാളായല്ലോട്ടെ. ഫ്ലൈയിങ് ഓർ ഫ്ലൈയിങ് ഓൾവേസ് അപ്പ് ഇൻ ദി എയർ. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് സീക്രട്ട് ഏജന്റ്. എന്റെ നമ്പറായി, എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരുത്ത്. വാക്കും പ്രവൃത്തിയും കുറെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. ലോകത്തുള്ള സകല ആൾക്കാരെയും വിമർശിച്ചതിന് ശേഷം അകത്തു പോയി എന്താണ് ചെയ്തത് എന്ന് സ്വന്തമായി ഒന്ന് റിയലൈസ് ചെയ്യാനുള്ള ബോധം ഒരാൾക്കുണ്ടാവണം. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? അവനകത്ത് വെച്ചിട്ട് പറയുന്നു, ഞാനത് കണ്ടന്റ് ഞാൻ കേട്ടു, ഞാൻ ഇനി മുതൽ പഴയ സീക്രട്ട് ഏജന്റ് എന്ന മൃഗമല്ല, ഞാൻ ഇനി മനുഷ്യനാവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇറങ്ങി പിറ്റേന്ന് മുതൽ നരേന്ദ്രമോദി, സുരേഷ് ഗോപി തൊട്ട് കേരളത്തിൽ ആ സമയത്ത് നടക്കുന്ന വിഷയങ്ങളും ഞാൻ പോലും പുറത്തു പറഞ്ഞ വിഷയങ്ങൾ എന്താണെന്ന് പ്രോപ്പറായിട്ട് കേൾക്കാതെ അനാവശ്യമായിട്ട് വന്നിറങ്ങി എന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. ഇവൻ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ സ്വയം അകത്തുപോയി കഴിവില്ലാത്തവനായി മാറി പെർഫോം ചെയ്യുകയും ഒന്നും താൻ അകത്തു നിന്ന് പ്രേക്ഷകർക്ക് വേണ്ടത് കൊടുത്തില്ലാന്നും, എന്നാൽ ഇന്നലകളിൽ ആ ഷോയിൽ പങ്കെടുത്തിട്ടുള്ള സകല മത്സരാർത്ഥികളെയും ആക്ഷേപിച്ചും അവരെ പരിഹസിച്ചും സംസാരിച്ചിട്ടുള്ള ഒരാൾക്ക് എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. സ്വയം ഒരു റിയലൈസേഷൻ ഉണ്ടാവണം. പുറത്തുനിന്ന് കാണുന്നതല്ല അകത്ത്, ഗാലറിയിൽ ഇരുന്ന് കാണുന്നതല്ല കളിക്കുന്നത്. ഗാലറിയിൽ നിന്ന് വിസിലടിക്കുന്ന പോലെയല്ല, ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ നല്ല പാടാ. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. ഇന്നിനി വയ്യ, നാളെ വന്ന് ബാക്കി വാങ്ങിച്ചോളാം. എന്നാ പിന്നെ എങ്ങനെ നാളെ കാണാം. ശരി.